ഒരുപാട് പേര് എൻ്റെ അടുത്ത് സാമ്പാർ പൊടിയുടെ റെസിപ്പി ആണെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. നല്ലെണ്ണയിലേക്ക് കട്ടിക്കായിട്ടൊന്ന് വറുത്ത് മാറ്റി കൊടുക്കാം. ഇതേ പാനിൽ തന്നെ 10-20 വറ്റൽമുളകും കൂടി വറുത്തൊന്ന് മാറ്റി കൊടുക്കണം. പിന്നെ നമുക്ക് 1/4 കപ്പ് മുഴുവനെയുള്ള മല്ലി ഒന്ന് വറുത്ത ശേഷം നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം, 1 ടേബിൾ സ്പൂൺ ഉലുവ, ഇത്രയും കൂടി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് വറുത്ത് കൊടുക്കാൻ. ഇനി നമുക്കിതൊന്ന് മാറ്റി വെച്ച ശേഷം 1/4 കപ്പ് പച്ചരിയും കൂടി ഒന്ന് വറുത്ത് കൊടുക്കണം. അതും ഒന്ന് വറുത്ത് മാറ്റിയ ശേഷം 1/4 കപ്പ് കടലപ്പരിപ്പും 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് സ്ലോ ഫ്ലെയിമിൽ വെച്ച് ചുവക്കയൊന്ന് വറുത്തെടുക്കണം. ഇതെല്ലാം കൂട്ടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തണുത്ത ശേഷം പൊടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഇതുവരെ ഇതിലേക്ക് മഞ്ഞൾ ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഒന്ന് പൊടിച്ച ശേഷമാണ് നമ്മളിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒന്ന് അടിച്ചെടുക്കുമ്പോൾ നമ്മളുടെ അടിപൊളി നല്ല മണമുള്ള നമ്മളുടെ സാമ്പാർ പൊടി റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുതേ.